ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറ്റിയമര ചേർത്ത് ചപ്പാത്തിക്ക് പറ്റിയ നല്ലൊരു കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ കുറ്റിയമര, ഒരു തക്കാളി, ഒരു ഉരുളൻകിഴങ്ങ്, 2 സവാള എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. കുറ്റിയമര ക്ലീൻ ചെയ്യേണ്ടത് ഇതിൻ്റെ 2 സൈഡിലെയും നാരുകൾ എടുത്തു മാറ്റിയിട്ടാണ്. അത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ദാ ഇതുപോലെ ഇതുപോലെ അതിൻ്റെ നാരുകളെല്ലാം ഞാൻ എടുത്തു മാറ്റിയിട്ടുണ്ട്. നല്ലതുപോലെ കഴുകിയെടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. കുറ്റിയമര ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം സവാളയും തക്കാളിയും ഉരുളൻകിഴങ്ങും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കറി വയ്ക്കുവാനായിട്ട് ഞാനൊരു പാൻ കുക്കറാണ് എടുത്തിരിക്കുന്നത്. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. ജീരകം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം കുറ്റിയമര അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് സവാള, ഉരുളൻകിഴങ്ങ് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. വഴറ്റി വച്ചിരിക്കുന്ന ഇതിലേക്ക് നമുക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 സ്പൂൺ ഗരം മസാല. മസാലകളെല്ലാം ഇതിനകത്ത് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് 2-3 വിസിൽ അടുപ്പിക്കാം. കുക്കറിൽ 3 വിസിൽ അടിച്ചപ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്തിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവിയൊക്കെ പോയി. നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം. നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് മല്ലിയില കഴുകി ഇതുപോലെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി നമുക്ക് അല്പസമയം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിൽ അല്പം മല്ലിയില കൂടി ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള, അതിലുപരി ഹെൽത്തി ആയിട്ടുള്ള കുറ്റി അമരപ്പയർ കൊണ്ടുള്ള കറി തയ്യാറായിട്ടുണ്ട്. ഇത് ചോറിനും ചപ്പാത്തിക്കും നല്ലൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് കമൻസ് എന്നെ അറിയിക്കണേ.